കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിന് കിട്ടിയിരിക്കുന്നത്. കുറെ നാളായി ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ജാസ്മിന് കിട്ടിയിട്ട് എന്തായാലും ജാസ്മിൻ ഇന്നത് ചോദിച്ചു വാങ്ങിച്ചു. ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് മത്സരാർത്ഥികൾക്കായി കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഗ്രാഫ് രൂപത്തിൽ അവരുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ അവർ തന്നെ വരയ്ക്കുക. ബിഗ് ബോസ് ഹൌസിനകത്ത് വന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള അവരുടെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഗ്രാഫായിട്ട് വരയ്ക്കേണ്ടത്. ഓരോ മത്സരാർത്ഥികളും അത് വരച്ചിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. അതില് ജാസ്മിൻ വന്ന ഫസ്റ്റ് വീക്ക് മുതൽ ഇപ്പോ 12th വീക്കാണ് ആയിരിക്കുന്നത്. ഈ 12 വീക്കുകളും ഗ്രാഫായി വരച്ചിട്ടുണ്ട്. അതിലെ ഉയർച്ചകളും താഴ്ചകളുമായിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ലാലേട്ടൻ കലിപ്പായതും ഗബ്രി പുറത്തേക്ക് പോയതും ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള പ്രശ്നം പുതിയൊരു പേഴ്സൺ ആയെന്നും ഫാമിലി ഓൺലിന്നും അങ്ങനെയൊക്കെയാണ് ഗ്രാഫില് ജാസ്മിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗബ്രി എവിക്റ്റ് ആയതാണ് ഏറ്റവും വീക്ക് പോയിന്റ് ആയിട്ട് ജാസ്മിൻ ഗ്രാഫില് വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പം ഉയർന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്നതായിട്ടാണ് ജാസ്മിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയ്ക്ക് ആദ്യത്തെ വീക്കുകളിൽ ലാലേട്ടൻ ജാസ്മിൻ ചെയ്ത പല കാര്യങ്ങൾക്കും ശകാരിച്ചിട്ടുണ്ട്. അപ്പൊ അതും ലാലേട്ടൻ കലിപ്പ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് കിട്ടിയായിരുന്നു. വീക്ക് 2 എന്തോ ഒരു കാര്യത്തിന് ലാലേട്ടൻ എന്നോട് കലിപ്പായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ കലിപ്പ് ലാലേട്ടൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ലാലേട്ടൻ ഇടപെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എന്തോ കാര്യത്തിനല്ല, കാര്യം ഉണ്ടായിട്ടല്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ പ്ലിങ് ആയി നിൽക്കുന്ന ജാസ്മിനെയാണ് കാണാൻ പറ്റുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യം ഉണ്ടായിട്ട് തന്നെയാണെന്നാണ് ലാലേട്ടൻ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. ശരിക്കും ജാസ്മിൻ അത് ചോദിച്ചു വാങ്ങിച്ചതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും.